വളരെ ചെറിയ കാര്യങ്ങൾ മതി ചില ആളുകൾ പതറിപ്പോകാൻ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിനെ താങ്ങാൻ കഴിയാതെ വിഷമിക്കുകയും കരഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവർക്ക്, തീരെ മനക്കരുത്തില്ലാത്ത ആളുകൾ. ഇതേ വിഷയം ഒരിക്കൽ ശ്രീബുദ്ധനോട് ഒരു ചെറുപ്പക്കാരൻ ബോധിപ്പിച്ചപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ചധികം ഉപ്പിട്ടിട്ട് അദ്ദേഹത്തോട് കുടിക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് കുടിക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് തുപ്പിക്കളഞ്ഞു. അത്രയും കയ്പായിരുന്നു ഉപ്പ് രസം കൊണ്ട്. അദ്ദേഹത്തെയും കൂട്ടി പിന്നീട് ശ്രീബുദ്ധൻ ആശ്രമത്തിൻ്റെ മുറ്റത്തുള്ള കുളക്കടവിലേക്ക് ചെന്നു. ആ കുളത്തിലും നേരത്തെ എടുത്ത അത്ര ഉപ്പെടുത്ത് കുളത്തിലിട്ടു. എന്നിട്ട് കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞു. അദ്ദേഹം കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ ഉപ്പിൻ്റെ ഒരു അംശം പോലും അതിലില്ല, ഉപ്പുള്ളതായി തോന്നുന്നേ ഇല്ല. ഈ ഘട്ടത്തിൽ ശ്രീബുദ്ധൻ പറഞ്ഞു, ഈ ഉപ്പ് പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ. ഒരിക്കലും നമുക്കതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ വെള്ളം അധികമുണ്ടായപ്പോൾ ഉപ്പുള്ളതേ അറിഞ്ഞില്ല. അപ്പോൾ വെള്ളം പോലെയാണ് നമ്മുടെ മനസ്സ്. മനസ്സിനെ നമ്മൾ അധികരിപ്പിക്കണം, മനസ്സ് വലുതാക്കണം. മനസ്സിൻ്റെ വലുപ്പം കൊണ്ട് മാത്രമേ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷമങ്ങളെ അറിയാതാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഒരിക്കൽ പ്രാർത്ഥിച്ചു, റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി എന്നിങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ ആദ്യ വാക്ക് റബ്ബി ശ്റഹ് ലി സ്വദ്രി, അല്ലാഹുവേ എൻ്റെ മനസ്സിനെ നീ വിശാലമാക്കി തരണേ. തൻ്റെ പ്രബോധിതരായ ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവേ അവരുടെ മനസ്സിന് വിശാലത നൽകണേ എന്നല്ല മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്. മറിച്ച് എൻ്റെ മനസ്സിന് വിശാലത നൽകണേ, അവർ പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും എതിർ ശബ്ദങ്ങളെ മനസ്സിലാക്കാനും വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുമൊക്കെ ഉള്ള, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വലിയ മനസ്സ് എനിക്ക് നൽകണേ എന്നാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന. പ്രവാചക തിരുമേനിയോട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അലം നശ്റഹ് ലക സ്വദ്റക്, പ്രവാചകരെ അങ്ങയുടെ മനസ്സിനെ ഞാൻ താങ്കൾക്ക് വിശാലമാക്കി തന്നില്ലേ? അപ്പോൾ അത്രയും പ്രധാനമാണ് മനസ്സിൻ്റെ വിശാലത. കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ജീവിതത്തിൽ, കുടുംബത്തിൽ, സംഘടനാപരമായി മറ്റ് ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികളെ താങ്ങാൻ കഴിയാത്തവർ തിരിച്ചറിയുക, മനസ്സിനെ വലുതാക്കുക. വായന കൊണ്ടും പഠനം കൊണ്ടും ചിന്ത കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനസ്സിനെ വലുതാക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഈ ഉപ്പ് പോലെ, വലിയ വെള്ളത്തിലുള്ള ഉപ്പ് പോലെ അറിയാതാക്കാൻ നമുക്ക് സാധിക്കും. വലിയ മനസ്സുള്ള മനുഷ്യരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.